അള്ളാഹു ഭൂമിയിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമല്ല. നൂറുകണക്കിന് വേദികളിൽ ഞാൻ പ്രസംഗിച്ചതാണ്. അള്ളാഹു ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമേതാ? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം. അള്ളാഹു കഅബാലയത്തിന് ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ബഹുമാനം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആദരവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു അവന്റെ പുണ്യ വീടായ കഅബാലയത്തെക്കാൾ ഇഷ്ടപ്പെടുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളയാണ് അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം റൗള ഷരീഫാണ്. അതുകൊണ്ട് തന്നെ ആ റൗള ഷരീഫാണ് ലോകത്തെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലവും ആ റൗള ഷരീഫാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ദുനിയാവിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തൊന്ന് ഇരുന്ന് കിട്ടാൻ വേണ്ടി ഇടികൊള്ളാൻ തയ്യാറാണെങ്കിൽ, അടികൊള്ളാൻ തയ്യാറാണെങ്കിൽ, ആര് പിടിച്ചു തള്ളിയാലും വേണ്ടില്ല അവിടെ ഒന്ന് കയറി കിട്ടണം. ആരെങ്കിലും ഒന്ന് മാറുമ്പോഴേക്ക് ഒരു 2 റക്അത്ത് അവിടെ നമസ്കരിക്കണം, ഒരു 2 മിനിറ്റ് അവിടെ നിരിക്കണം, അവിടെ ഇരുന്നൊന്ന് സ്വലാത്ത് ചെല്ലണം, ഒന്ന് ദുആ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന, ദുനിയാവിലെ കോടാനുകോടി മനുഷ്യർ ആഗ്രഹിക്കുന്ന സ്ഥലം റൗള ഷരീഫാണ്. ആ റൗള ഷരീഫിന് തുല്യമായി മുഅ്മിനീങ്ങൾ ഒന്നിരുന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്ന, ഒരാളൊന്ന് മാറിയാൽ അടുത്ത ആളങ്ങോട്ട് കയറുന്ന, അയാളൊന്ന് മാറിയാൽ ആ സ്ഥലത്ത് 1 ഇഞ്ച് സ്ഥലം കിട്ടിയാൽ ആ 1 ഇഞ്ച് സ്ഥലം 1 അടി സ്ഥലമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അവിടെ നിന്നൊന്ന് നിസ്കരിക്കാൻ, അവിടെ നിന്നൊന്ന് ദുആ ചെയ്യാൻ, ഇങ്ങനെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ മനുഷ്യർ മാത്രമാണോ? മക്കയിലെ മനുഷ്യർ മാത്രമാണോ അത് ആഗ്രഹിക്കുന്നത്? മദീനയിലെ മനുഷ്യർ മാത്രമാണോ അത് ആഗ്രഹിക്കുന്നത്? ഇന്തോനേഷ്യയിലെ മനുഷ്യർ മാത്രമാണോ ആഗ്രഹിക്കുന്നത്? മലേഷ്യയിലെ മനുഷ്യർ മാത്രമാണോ ആഗ്രഹിക്കുന്നത്? വെളുത്ത വെള്ളാരങ്കല്ല് പോലിരിക്കുന്ന യൂറോപ്യനും കറുത്ത കരിക്കട്ട പോലെ സ്ട്രിങ് പോലെ ചുരുണ്ട മുടികളും പത്തിരി പോലെ പരന്ന മൂക്കുമുള്ള ആഫ്രിക്കക്കാരനും എല്ലാവരും തള്ളുകയാണ് അവിടെ ഒരു അല്പസമയം ഒന്നിരുന്ന് കിട്ടാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ റൗള ഷരീഫില്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സന്ദർശിക്കപ്പെടുന്നത് പോലെ ലോകത്താരുടെയെങ്കിലും ഖബർ സന്ദർശിക്കപ്പെടുന്നുണ്ടോ? ആദം നബിയുടെ ഖബർ സന്ദർശിക്കപ്പെടുന്നോ? മൂസാ നബിയുടെ ഖബർ സന്ദർശിക്കപ്പെടുന്നോ? ഈസാ നബിയുടെ ഖബർ സന്ദർശിക്കപ്പെടുന്നോ? ലോകത്തെ ഏതെങ്കിലും ആചാര്യന്മാരുടെ ഖബർ സന്ദർശിക്കപ്പെടുന്നുണ്ടോ? ഗാന്ധിയുടെ ഖബറിടം സന്ദർശിക്കപ്പെടുന്നോ? മാർക്സിന്റെ ഖബറിടം സന്ദർശിക്കപ്പെടുന്നോ? അതല്ലെങ്കിൽ ലെനിന്റെ ശവകുടീരം സന്ദർശിക്കപ്പെടുന്നോ? ലോക ചരിത്രത്തിലെ ആരുടെയെങ്കിലും ശവകുടീരങ്ങൾ, ആരുടെയെങ്കിലും ശവകുടീരത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിലയ്ക്കാത്ത ഒരു മനുഷ്യ പ്രവാഹമുണ്ടോ മക്കളെ? അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിലേക്കല്ലാതെ പ്രവാചക പ്രഭുവിന്റെ ഖബറിന്റെ മുന്നിൽ 1 മിനിറ്റ് സമയമെങ്കിലും ആളില്ലാത്തത് കൊണ്ട് ആ ബാബുസലാമിന്റെ ഗേറ്റ് ഒന്ന് പൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് സന്ദർശകരില്ല, അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ന് സന്ദർശകരില്ലാത്ത ദിവസമായതുകൊണ്ട് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? ഒരു ദിവസം സന്ദർശകരില്ലാത്ത ദിവസമുണ്ടോ? ഒരു പകല് സന്ദർശകരില്ലാത്തതുണ്ടോ? ഒരു രാത്രി സന്ദർശകരില്ലാത്തതുണ്ടോ? ഒരു മണിക്കൂർ സന്ദർശകരില്ലാത്തതുണ്ടോ? ഒരു മിനിറ്റ് സന്ദർശകരില്ലാത്ത സമയമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ഷരീഫിലേക്ക് മനുഷ്യന്റെ കാലടികൾ മുന്നോട്ട് പോകാത്ത ഏതെങ്കിലും ഒരു സെക്കൻഡ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ഇന്ന് വരെ ഒരു സംഭവമില്ല. ഹബീബായ നബിയെ സന്ദർശിക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് കോടാനുകോടി മനുഷ്യർ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് വരികയാണ്. അവിടെ ആരും ഉറക്കെ സംസാരിക്കുന്നില്ല, അവിടെ ആരും ഒച്ചയിടുന്നില്ല, അവിടെ ആരും വഴക്കുണ്ടാക്കുന്നില്ല, അവിടെ ആരും തർക്കിക്കുന്നില്ല, അവിടെ ആരും സംഘടനാ ചർച്ച നടത്തുന്നില്ല, അവിടെ ആരും രാഷ്ട്രത്തിന്റെ ചർച്ചകൾ നടത്തുന്നില്ല, അവിടെ ആരും ഒരു തരത്തിലുള്ള സംഭാഷണങ്ങളും ദുനിയാവിനോട് ബന്ധപ്പെട്ട് നടത്തുന്നില്ല. അവിടെ വരുന്ന അമേരിക്കക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്, അവിടെ വരുന്ന ആഫ്രിക്കക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്, അവിടെ വരുന്ന ഇന്തോനേഷ്യക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്, അവിടെ വരുന്ന മലേഷ്യക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്, അവിടെ വരുന്ന ഇന്ത്യക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്, ചൈനക്കാരന്റെ ചുണ്ട് ചലിക്കുന്നത്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്.
ഈ സലാം പറയാൻ മാത്രമാ, ഈ സലാം സ്വലാത്തും കൊണ്ട് അവിടെ മുഖരിതമാ. അവിടെ ഒന്ന് നിന്ന് കിട്ടാൻ, അവിടെ ഒരു നിമിഷം ഒന്ന് നിന്ന് കിട്ടാൻ, ആ ഭിത്തിയിലൊന്ന് തൊടാൻ, ആ പരിസരത്തൊന്ന് എത്താൻ, ആ സുഗന്ധമൊന്ന് ആവാഹിക്കാൻ, ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് വരുന്ന മനുഷ്യനായാലും കോടിയുടെ സ്വത്തുള്ള കോടിയുടെ സ്വത്തുള്ള 4000-ലധികം മുറികളുള്ള കൊട്ടാരത്തിൽ താമസിക്കുന്ന ബ്രൂണൈ സുൽത്താൻ സർമൂദ ഹസൻ വന്നാലും പള്ളിയുടെ പരിസരത്തെ ചെറ്റക്കൂരയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ എത്തിയാലും രണ്ടുപേർക്കും അവിടെയുള്ള തുല്യത്വം, അവിടെയുള്ള തുല്യമായ സ്വഭാവം, അവിടെ രണ്ടുപേരും ചെയ്യുന്നത് എന്താ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുന്നിൽ വന്നിട്ട് സ്വലാത്ത് ചൊല്ലുകയാ, സലാം പറയുകയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ ഈ മഹത്വം ലോകത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഇങ്ങനൊരു മഹത്വം കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനൊരു ആദരം